ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് മിനിറ്റുകൾക്ക് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവും ഇത് ഉണ്ടാക്കിയെടുത്താൽ. വൈകുന്നേരം ചായൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സിമ്പിൾ സ്നാക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6-7 ബ്രെഡ് സ്ലൈസസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 7 എടുത്തിട്ടുള്ളത്. 6 ആദ്യം ഇട്ടു, പിന്നെ ഒന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലി 7 ബ്രെഡ് സ്ലൈസസ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ഏലക്കായുടെ സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ആയിട്ട് നമുക്ക് കുറഞ്ഞൊരു നനവ് പോലെയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ വെള്ളം പാൽ കൂടി പോകരുത്. അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നോക്കുക. അതിനനുസരിച്ച് പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്നും ഇപ്പം നമ്മുടെ മുട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ ബ്രെഡിൻ്റെ അളവ് ഇനിയും കൂട്ടേണ്ടി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ബ്രെഡ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നല്ല ലൂസായിട്ടായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ നീളത്തിലാണ് ഞാനിത് ഷേപ്പാക്കി എടുക്കുന്നത്. അത് നന്നായിട്ടും മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോൾ രൂപത്തിലോ ഏത് രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷേപ്പാക്കി എടുക്കാം. ഞാൻ ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുക. ബോളാണെങ്കിൽ ബോൾ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു സ്റ്റിക്കിനെസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തത്. ഫ്രീസറിൽ 10 മിനിറ്റ് വെച്ചാൽ ആ സ്റ്റിക്കിനെസ് പോവും, ആ ഒരു ഒട്ടലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് ചൂടായ ഓയിലിലേക്ക് ഇതിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കൂടുതൽ സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൂടുതൽ വേവേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, മുട്ടയല്ലേ ഉള്ളൂ. അപ്പോൾ അതന്നെ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് 2 സൈഡൊന്ന് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓയിലിൽ നിന്ന് കോരിയെടുക്കുകയും ചെയ്യാം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതാ 2 സൈഡ് ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുത്തിട്ട് ഒരു ടിഷ്യൂയിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് നമ്മൾ ബ്രെഡ് ആകുമ്പോൾ തന്നെ ഒരുപാട് ഓയിൽ കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുത്ത് ഒട്ടും ഓയിൽ കുടിക്കില്ല. പെട്ടെന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാം ഞാൻ സ്നാക്കെല്ലാം ഒന്ന് ഫ്രൈൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇടയിൽ ഇങ്ങനെ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് നമുക്ക് ഈ സ്നാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്